ബട്ടർലി ഡെലിഷ്യസ് അമൂൽ ബട്ടർ പാസ്ത ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇനി ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഉണ്ടാക്കാൻ തോന്നിയാലോ? എന്നാ പറയണായിരുന്നു അങ്ങനെ അരിയില്ല മോനെന്ന്. കണ്ടുപോയേ. അത് കേട്ട് ഞാൻ വന്ന് ഇതിനെ കൊണ്ട് പണി എടുപ്പിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് മേടിച്ചു. അപ്പൊ നമ്മള് നമ്മുടെ അടുത്ത ആൽഫബറ്റ് ഡേറ്റുമായിട്ട് വന്നേക്കാണ്. എഫ് ഫോർ ഫേവറേറ്റ് ഫുഡ്. ഫേവറേറ്റ് ഫുഡ് നമ്മുടെ എഫ്. ചുമ്മാ ഫിഷിംഗ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോ മഴ പെയ്തു. അപ്പൊ നമ്മൾ എഫ് ഫോർ ഫേവറേറ്റ് ഫുഡ്. ഇതാരുടെ റെസിപ്പി? അത് പറ. മനീഷ സുണ്ടർ. ഇങ്ങ് വരണം. മനീഷ സുണ്ടർ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അജിത്തിന്റെ ഫേവറേറ്റ് ഫുഡാണ് മനുമോന്റെ സ്പെഷ്യൽ ചിക്കൻ പാസ്ത. അതെ, അപ്പൊ അത് മനുമോൻ പറഞ്ഞു കൊടുക്കും, അതുണ്ടാക്കും. ഇതിനൊരു സ്റ്റോറി ഉണ്ട്, അത് ആദ്യം പറയണം. എന്താ? അല്ല, ഇതെങ്ങനെയാ ഫേവറേറ്റ് ഫുഡ് ആയെന്ന്. ഒരു ദിവസം എന്നെ ഇവള് വിളിച്ചിട്ട് പറഞ്ഞു, മനീഷ ചിക്കൻ പാസ്ത ഉണ്ടാക്കിയിരിക്കുക, ഒന്ന് തിന്നിട്ട് പോടാന്ന്. അത് കേട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുവാ, അരിഞ്ഞോളെ വേഗം അരിഞ്ഞ വേഗം തിന്നിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ഫസ്റ്റ് ടൈം തിന്നുന്ന എപ്പോഴാ? എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാ അത് നല്ലായിരുന്നു. വീട്ടിൽ വന്ന് കഴിച്ചു. എന്നിട്ട് അതിന് ആ പാസ്ത ഇഷ്ടപ്പെട്ടിട്ട് ഒരാഴ്ച പാസ്തയുടെ കഥ ഞങ്ങൾ കേട്ടു. മനുമോനിങ്ങനെ റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ആ സാരായിരുന്നു മനുമോൻ ഒരാഴ്ച പാസ്ത കഥ പറഞ്ഞിട്ട്. ഇന്ന് അജിത്തിന് ടാസ്ക് ഒന്നുമില്ല, നമ്മൾ രണ്ടുപേരും നോർമലായിട്ട് ഇരുന്ന് ഇത് ഉണ്ടാക്കും. ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത് ക്യാരറ്റ്. കുക്കറി ഷോ അതൊന്നും പറയണ്ട. ക്യാരറ്റ്, ഓനിയൻ. ഞങ്ങളിപ്പോ ഉണ്ടാക്കി കാണിക്കാം, ഇത് പൊളി സാധനമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഉണ്ടാക്കാൻ തോന്നിയാലോ മനുമോന്റെ പാസ്ത? ഇതിന്റെ അരിയില് ശരിയല്ലേ, ഇത് മറ്റേ അവിയലിന് അരിയുന്ന പോലെ അരിയുന്ന. അയ്യോ ശരിയാണല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞ ഇത് ഇങ്ങനെയല്ല വെക്കണ്ടേന്ന്. അങ്ങനെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. നോക്കട്ടെ, എന്നെ ഒരു അരിയില്ല ഞാൻ അരിഞ്ഞത്. നല്ല ക്യാരറ്റ്, അച്ചുവറ്റിനെ പോലെ തന്നെ. ഇനി അടുത്ത അരി ഞാൻ എടുക്കാം. അടുത്തത് സവാള. അത് ഞാൻ അരിയത്തില്ല, എനിക്ക് സവാള അരിഞ്ഞാൽ തുമ്മല് വരും. നീ വല്ല മരുന്ന് കഴിച്ചിട്ട് അരിഞ്ഞ്? സത്യമായിട്ട് പറഞ്ഞ എനിക്ക് സവാള അരിഞ്ഞ ഇതല്ലേ കരയുന്നത്. മാറ്, ഞാൻ നോക്കാം. അതിന് സ്പീഡില്ല ഗൈസ്, എനിക്കാണ് സ്പീഡ്. കണ്ടോ? എന്നാ പറയണായിരുന്നു അങ്ങനെ അരിയില്ല മോനെന്ന്. ആരാദ്യം അരിഞ്ഞു തീരുന്നേന്നാ നോക്കുന്നത്, കൈ മുറിക്കുന്നവര് നോക്കും. സവാള നമ്മളൊരു അയത്തിന്റെ സവാളക്ക് വലിപ്പം കൂടുതലാ, ഞാൻ നല്ല നൈസ് ആയിട്ട്. എല്ലാ അളവിലും വേണ്ടേ. ചിലർക്ക് വലുതാ ഇഷ്ടം, ചിലർക്ക് ചെറുതാ ഇഷ്ടം. എനിക്ക് ചെറുതാ ഇഷ്ടം. എനിക്ക് വലുതാ ഇഷ്ടം. ചിക്കൻ സ്റ്റോക്കിലാണ് നമ്മള് പാസ്ത വേവിക്കാൻ പോകുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ വേവിച്ചുകൊണ്ട് വച്ചൂടെ. എന്ത് ചിക്കൻ? ആര് വേവിച്ച്? അമ്മ വേവിച്ചിട്ട് ഞാൻ അത് അടുക്കളയിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുപോയി. അമ്മ തന്നെ എടുത്തോണ്ട് വന്ന്. ആണോ? പാത്രം കൊണ്ടുവന്ന ഞാൻ. ഇതാണ് പാസ്ത. ഇതെങ്ങനെ ഇടുന്നതെന്ന് അറിയാമോ? ഇത് ചിറ്റ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നു വിട്ട പാസ്ത. കുറെ നാളായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുവായിരുന്നു, എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് അറിയാതെ. പൊടിക്കുന്നില്ല, ഇങ്ങനെ ഇടുന്നതാണ്. എന്നിട്ട് അതെങ്ങനെയാ കുതിർന്ന് താഴോട്ട് പോകുന്നത്? ഒരു വശം ഇടുമ്പോ കുതിർന്ന് താഴെ വീഴുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്റെ കണ്ണ് നീർന്നേ. തക്കാളി അരിയാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല. നിനക്ക് എന്നാ അരിയാണ് ഇഷ്ടമുള്ളത്? അതിനെ കൊണ്ട് പണി എടുപ്പിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ കത്തിക്ക് മൂർച്ചയില്ല കേട്ടോ. കണ്ടോ എന്നൊക്കെയാ വിഷയം. ഇത് കണ്ടോ, കത്തി അരിഞ്ഞിട്ട് തക്കാളി ഇങ്ങനെ പോവുക കത്തി പിടിക്കുമ്പോ. ഈ കത്തി കൊള്ളത്തില്ല, താനെങ്കിൽ തന്റെ കത്തി എനിക്ക്. അത് വേണ്ട, എന്റെ കത്തി ഞാൻ ആർക്കും തരികയില്ല. എന്റെ ഗൗരി, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? കുത്തിച്ചാരി എന്റെ വേഗത്ത് വെള്ളം വീണോണ്ടല്ലോ. കണ്ണുപോയേ. ഞാൻ തക്കാളിക്ക് അരിഞ്ഞു കഴിഞ്ഞു, ഇനി ക്യാപ്സിക്കം. ഇനി ക്യാപ്സിക്കം കൂടെ ഉള്ളോ? കട്ടിങ് സിംബം. ഞാൻ കട്ട് ചെയ്യുമ്പോ എനിക്ക് കട്ട് ചെയ്യാൻ സ്പീഡില്ലെന്ന് പറഞ്ഞ അതിന്റെ എന്റെ ഇത് മേടിച്ച് കട്ട് ചെയ്യും. ഇത് നീ എങ്ങനെ കഴുകും? വാഷ് ബേസിനെ കൊണ്ട് ഊരി പിഴിയോ? മറ്റേ പാസ്ത അരി കഴുകുന്നുള്ള നമുക്ക് കഴുകാം. നമ്മുടെ പാസ്ത ഒരു ഇച്ചിരി അടി പിടിച്ചു, അപ്പോൾ എന്നാലും വെന്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ വേവിക്കുകയാണ്. അജിത്തിന്റെ കൈ വരാത്തോണ്ടാണ് അടി പിടിച്ചതെന്നായിട്ട് പറയുന്നത്. കൈ വന്നത് അടി പിടിച്ച. അപ്പൊ അങ്ങനെയാണ് ഈ ഇൻഡക്ഷൻ കുക്കറിന്റെ 5 minutes ടൈമർ വെക്കാവേ. 5 minutes ഫുൾ ഇരുന്ന് വെന്തോട്ടെ. അങ്ങനെ ഒരു അവതാര്യം പോലെ മുഴുവൻ ഇരുന്ന് വെന്തോട്ടെ. നീ തിന്നണം ഉണ്ടാക്കിയാൽ മതി എന്ന് ഇത് നമ്മളോട് പറയും. ബട്ടർ, അട്ടർലി ബട്ടർലി ഡെലിഷ്യസ് അമൂൽ ബട്ടർ. ബട്ടർ വേണോ നക്കാൻ? ഞാൻ ഹനുമാന്റെ അമ്പലത്തിൽ പോയി നക്കാറുള്ളൂ.
ഹനുമാൻ അമ്പലത്തിലാ ബട്ടർ. അത് നല്ല ടേസ്റ്റ്. ഉപ്പ് ഇത് സോൾട്ടഡ് ബട്ടർ ആണല്ലോ, പക്ഷെ അത് എഴുതിയിട്ടില്ല. പാസ്ത ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഗുളു 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 ഗുളു. കണ്ടിട്ട് കൊതി വരുന്നുണ്ടോ ഇതിനെ? എനിക്ക് വിശക്കുന്നു. ഇതൊക്കെ കുറച്ച് അല്ല, തീ കുറച്ച് വെച്ച് കുറയ്ക്കാൻ ഇത് തന്നെ നീ അവിടെ വെച്ച ഞാൻ ശരിയാക്കിക്കോളാം. അടി പിടിക്കുന്ന ഇത്. നീ ഇങ്ങനെ ഇതാക്കല്ലേ. 5 minutes ആവാൻ ഇനി 1.5 minute കൂടെ ഉള്ളൂ. തീർന്നു. എല്ലാരും വിളിച്ചറിയിച്ച് അവക്കടെ ഒരു ഫോൺ. നിർത്തട്ടെ. ഇച്ചിരൂടെ വലുതാവോ നോക്കാം. അവിയല് പോലെയാവും പുഴുങ്ങി. അത് മനുമോൻ ഇതിങ്ങനെയാണ്. സെറ്റല്ലേ? ഓഫ് ആക്കട്ടെ, കൈ പൊള്ളുന്നു. എന്നോടാണോ മനുമോനോടല്ലേ ചോദിക്കുന്നത്? വെള്ളം പറ്റി. ഹനുമാൻ ചേച്ചിയുടെ സൂപ്പർവിഷൻ ഒക്കെ വീഡിയോക്കകത്ത് കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. നേരത്തെ കൂടെ ഞാൻ തന്നെയല്ലേ. വെന്തു അത് മതി. ആ അങ്ങനെ പറ. ഡെസേർട്ടിൽ നിന്ന് ആരംഭിക്കാം. ഇതാവുന്നൊരു പ്രതീക്ഷയില്ലത്. അതൊന്നുമല്ല, ഇതെടുത്ത് ഇനി ഇതും കൂടെ എല്ലാം ഇട്ട് ഒരു 2 മണിക്കൂറിന്റെ പണിയും കൂടെ കഴിഞ്ഞാ ഇടാൻ പോവാണ്. വെള്ളമുണ്ട്, സാരമില്ല. നടുക്കത്തെ പറ്റി. കുറച്ചുകൂടി ഇട്. കരിഞ്ഞു. വെളുത്തുള്ളിട്. നന്നായിട്ട് ഇളക്കം അങ്ങോട്ട്. എന്റെ ചെവി പോയി. നന്നായിട്ട് ഇളക്കം മോളെ. എല്ലാം അയത്തിന് ഇടുന്നത് തന്നെ. ഇത് ഇളക്കുന്നത് നീയല്ലേ? ഇപ്പഴല്ലേ ഇളക്കാൻ എന്റെ തന്നെ. ഇങ്ങനെയല്ല ഇത് ചെയ്യണ്ടേ. ഇടരുതെന്ന്. ഇത് വറ്റി. ഇത് കണ്ട, ഇതിപ്പോ കുഴഞ്ഞു. ഇതിനി ബ്രൗൺ ആവത്തില്ല. ആണോ? കുഴഞ്ഞുകൊണ്ടിരിക്കും ഇത്. ആയത്തിന്റെ ഒരു കാര്യം. എന്നിട്ട് എന്നെ തൊട്ട് ഇളക്കാനും. മനുമോനാ പറഞ്ഞേ കുറഞ്ഞ അപ്പം ഇട്ടോണെന്ന്. അങ്ങനെയല്ല അവള് ഉദ്ദേശിച്ചത്. ആ നിങ്ങള് കിട്ടിയ ഒന്നായി ഞാൻ സോസ് ഒഴിക്കുവാണേ. 1/2 ഗ്ലാസ് സോസ് ആയിക്കോ. കുറച്ചുകൂടി ഒഴിക്കണോ? വേണോ? എടി എന്നാ കുളിക്ക് കേടിന്ന് പറയണം. കേടാന്ന് പറഞ്ഞ ഞാനാ. അപ്പൊ ഇത്തവണത്തെ മനുമോന്റെ പാസ്ത ചീറ്റി പോകാനുള്ള ഒരേ അതെ ഞാൻ പോവാ. ബാക്കി നീ ഇളക്കി. ഇത്ര കൊളമാക്കി വെച്ചിട്ട് ഇനി നീ പോവാന്ന്. നമ്മള് പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞു. ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ ഉള്ളി ഒട്ടി എനിക്ക് തന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാതെ. ഞാൻ നോക്കി. നീ നോക്കിയില്ലേ? ഉണ്ടാക്കിയപ്പോ പോലെ ഞാൻ നോക്കുക. നമ്മളുണ്ടാക്കിയത് പറയല്ലേ അല്ലേ മനുമോനെ? അതിനൊരു ഭംഗിക്കാണ് മുട്ട ബുൾസൈ എടുത്ത് വെച്ചിട്ടുണ്ട്. സണ്ണി സൈഡ്. ഇതൊക്കെ തെളിവാകൊണ്ടാ ഞാൻ ഒന്നും ഇണ്ടാത്തത്. നീ എന്റെ മേൽ ഭാവിയിൽ ഉപയോഗിക്കും. അതുപോലെ നമ്മുടെ F4 ഫിഷിംഗ് കുളമായി. ഫേവറേറ്റ് ഫുഡ്. പെട്ടെന്നായതുകൊണ്ട് ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ വീഡിയോ അത്ര ഗുമ്മാവെന്ന് തോന്നുന്നില്ല അല്ലേ? നമുക്ക് അടുത്ത ആൽഫബറ്റുമായിട്ട് കാണാം. അടുത്ത ആൽഫബറ്റ് എന്താന്ന് പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അപ്പൊ എന്നാണോ പറ്റുന്നത് അത് ഞങ്ങൾ ചെയ്തില്ല. ഇതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. സൂപ്പറാ. താങ്ക് യു മനുമോൻ ഫോർ യുവർ സ്പെഷ്യൽ റെസിപ്പി. മനുമോൻ ഒരു വലിയ ഷൗട്ട് ഔട്ട്. മനുമോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് മനീഷ സുന്ദർ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.